കോട്ടൺ ഫാബ്രിക്കിൽ ഫുൾ ആയിട്ടും എംബ്രോയ്ഡറി ആയിട്ടുള്ള സെറ്റാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. എല്ലാത്തിൻ്റെ ടോപ്പ് സെയിം ആട്ടോ, ബോട്ടത്തിലുള്ള ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇതിങ്ങനെ സിക്സാക് ഡിസൈനിൽ പല കളേഴ്സ്, മൾട്ടി കളേഴ്സ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ സിക്സാക് ഡിസൈനിൽ എംബ്രോയ്ഡറിയും സ്വീക്വൻസ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം നമുക്ക് വരുമ്പോഴത്തേക്ക് പീച്ച് കളറുള്ള ബോട്ടും നല്ല വീവിങ് പാറ്റേണിൽ വരുന്ന കോട്ടൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു 3 പാറ്റേണും ഡിഫറെൻറ്റ് ബോട്ടംസ് കൊടുത്തിട്ടാണ് ഈ ഒരു 3 പാറ്റേൺ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. നമ്മുടെ ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ആണ് ചെയ്തത്. നല്ല രസമാണ് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നത് സിക്സാക് ഡിസൈനിൽ. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. അതിലെല്ലാം ഇങ്ങനെ വീവിങ് പാറ്റേൺ, മൾട്ടി കളറുള്ള വീവിങ് പാറ്റേൺ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ബോർഡർ ഇങ്ങനെ വരും, അതിൽ ചെറിയൊരു ക്രോഷിയോടെ ലേസും കൊടുത്തിട്ടുണ്ട്. 2.5 മീറ്റർ ലെങ്ത് നമുക്ക് ദുപ്പട്ടയ്ക്ക് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ നല്ലൊരു പീച്ച് കളറുള്ള ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് സെറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടത്തിലുള്ള ഡിഫറൻസേ ഉള്ളൂ. അടുത്ത വരുമ്പോഴത്തേക്ക് നല്ല ഓണിയൻ പിങ്കിൽ സാറ്റൻ സിൽക്കിലാണ് അടുത്ത സെറ്റിൽ വരുന്നത്. അടുത്ത സെറ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഗ്രേ കളറുള്ള ബോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പും ദുപ്പട്ടയും സെയിം ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത് എല്ലാത്തിലും. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്.